നമസ്കാരം. എൻസിടിവിയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി വയോജന കലാമേള നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, അനു പനങ്കൂടൻ, ഹനിത ഷാജു, ഷീബ നികേഷ്, മായ രാമചന്ദ്രൻ, ഗിഫ്റ്റി ഡേസൺ, ICDS സൂപ്പർവൈസർ ആൻസി, CWF അനില ബാബു എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ആഗ്ര ആർച്ച് ബിഷപ്പ് മാർ റാഫി മഞ്ഞളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ കാർമ്മികനായി. വികാരി ഫാദർ ലാസർ താണിക്കൽ, സഹവികാരി ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ, കൈകാരന്മാരായ മെൽജിൻ മഞ്ഞളി, സിറിൽ ആന്റണി മഞ്ഞളി, ജോയ് ചാളിപ്പാടൻ, ബിജു ചേളിപ്പറമ്പിൽ, ജനറൽ കൺവീനർ സനൽ മഞ്ഞളി എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ചയാണ് പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് കോനിക്കര കാർമ്മികത്വം വഹിക്കും. ഫാദർ റിനാൽ പുലിക്കോടൻ സന്ദേശം നൽകും. വൈകിട്ട് 4:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡിറ്റോ കൂള കാർമ്മികനാകും. സെപ്റ്റംബർ 20 8ാം ഇടം. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചേറ്റുവ തേർവീട്ടിൽ 46 വയസ്സുള്ള മനോജാണ് അറസ്റ്റിലായത്. മദ്യപിച്ച് സ്ഥിരമായി ഉപദ്രവിക്കുന്നത് കാരണം ഭാര്യ സിന്ധു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. ഇതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സെപ്റ്റംബർ 11 മകളുടെ പുസ്തകങ്ങൾ എടുക്കുന്നതിനായി മകളോടൊപ്പം മനോജിന്റെ വീട്ടിലെത്തിയ സിന്ധുവിനെ വീടിന്റെ മുൻവശത്ത് നിൽക്കുകയായിരുന്ന മനോജ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് മകളുടെ മുന്നിൽ വെച്ച് സിന്ധുവിന്റെ പുറത്ത് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇവർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കേസിലാണ് മനോജിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർമാരായ രഘു, മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, സുരേഖ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ, ജിഷ്ണു, റിഷാദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. മുരിങ്ങൂർ മണ്ടിക്കുന്ന് കപ്പേളയ്ക്ക് സമീപം അന്നനാട് സ്വദേശി ഷിനോജ്, മുരിങ്ങൂർ സ്വദേശി ഡിഫിൻ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് കോടശ്ശേരി മേച്ചിറ സ്വദേശികളായ മടത്തിപ്പറമ്പിൽ ജിഷ്ണു, കാര്യാടൻ സുജേഷ്, മടത്തിപ്പറമ്പിൽ സനീഷ്, ഇരിങ്ങാലക്കുട തെറ്റയിൽ ജിസ്മോൻ, ചൌക്ക എടാർത്ത് വീട്ടിൽ അജിത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ 9:30 ആക്രമണമുണ്ടായത്. പരിക്കേറ്റ ഷിനോജിന്റെ സുഹൃത്ത് ഈ കേസിലെ പ്രതിയായ ജിഷ്ണുവിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലെ ഹോം അപ്ലയൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. ഇയാൾ ജോലി ഉപേക്ഷിച്ച് ചാലക്കുടിയിലുള്ള മറ്റൊരു ഹോം അപ്ലയൻസ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. വാസുദേവ് ജിഷ്ണുവിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളെയും ഉപഭോക്താക്കളെയും ക്യാൻവാസ് ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ബുധനാഴ്ച വാസുദേവിനോട് പ്രതികൾ തട്ടിക്കയറി. ഇതുകണ്ട് തർക്കത്തിൽ പരാതിക്കാരനായ ഷിനോജും ഡിഫിനും ഇടപെട്ടു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികൾ ഷിനോജിനെയും ഡിഫിനെയും പരിക്കേൽപ്പിച്ചത്.
അറസ്റ്റിലായ പ്രതികൾ മറ്റു അടിപിടി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃത് രംഗൻ, SI-മാരായ OG ഷാജു, NS റെജിമോൻ തുടങ്ങിയവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,190 രൂപയും പവന് 81,520 രൂപയും രേഖപ്പെടുത്തി. ആമ്പല്ലൂർ ഊട്ടോളി വീട്ടിൽ പരമേശ്വരൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗൗരിയാണ് ഭാര്യ. രജീഷ്, രേഷ്മ എന്നിവർ മക്കളും പ്രഭ, ശ്രീനിവാസൻ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.